ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമുക്ക് ക്യാപ് കട്ടിനകത്ത് അറിയാം, ക്യാപ് കട്ടിനകത്ത് ഒരുപാട് സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിറിക്സുകളൊക്കെ വന്നിട്ട് കാണിക്കുന്നതെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ക്യാപ് കട്ടിനകത്ത് മലയാളം ഓട്ടോ ലിറിക്സ് വരുത്താനായിട്ടുള്ള ഒരു ഇതും ഇല്ല. അപ്പം നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ സബ്ജക്റ്റ്. അപ്പം നമുക്ക് അതിനായിട്ട് നിങ്ങൾക്കറിയാം, നമ്മളിവിടെ പ്ലേ സ്റ്റോറിനകത്ത് ക്യാപ് കട്ട് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഐഫോണിനകത്ത് നമുക്ക് ഇന്ത്യയിൽ ബാൻ ചെയ്ത ഒരു സാധനമാണ്. പക്ഷേ നമുക്ക് ഐഫോണിനകത്ത് കൺട്രി കോഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു വീഡിയോ ആണ്, കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ അത് ചെയ്യുക. പിന്നെ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ, അതായത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യണമെങ്കിൽ VPN-ൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് നിന്ന് ഒരു VPN, ഇപ്പോൾ ഞാനിപ്പോൾ ടർബോ VPN ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു VPN ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം അത് കണക്ട് ചെയ്തിടുക. നമ്മൾക്ക് നെറ്റ്വർക്ക് എപ്പോഴും നല്ല സ്റ്റെബിലിറ്റി ഉള്ള സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ വൈഫൈ യൂസ് ചെയ്യുന്നവർ അത്രയും നല്ല ഇതായിട്ടുള്ള അവിടെ ആ ഒരു സ്ഥലത്ത് നിന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. കാരണം നമ്മൾ VPN-ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്യരാജ്യങ്ങളിൽ ആ ഒരു ഇത് സർവറായിട്ട് കണക്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റി ആ ഒരു ഇതിനേക്കാളും ഇത് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഫുൾ റേഞ്ച് ഉള്ള സ്ഥലത്ത് നമുക്ക് അത്രയും നെറ്റ്വർക്കൊക്കെ ആ ഒരു ഇത് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഇത് ചെയ്യാവൂ. അപ്പോൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിപ്പോൾ ഞാൻ ന്യൂ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഞാനൊരു എൻ്റെ ഇതിനകത്ത് ആഡ് ചെയ്ത് തരാം, കാണിച്ചു തരാം. എൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഫുൾ സൈസ് ആക്കാനുള്ളത് ഇരുന്നു, അതായത് നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ലെങ്ത് ഒന്ന് കൂട്ടിയതിന് ശേഷം അവിടെ താഴെ ആസ്പെക്ട് റേഷ്യോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്തൊരു 9.60 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. 16 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫോട്ടോ പിടിച്ചിട്ട് ഇതിപ്പോൾ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കി കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ ശേഷം നമ്മളിവിടെ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ സൗണ്ട്സ് ഇതാണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് കയറി നമ്മൾ ഇങ്ങനെ വന്ന് ഇതിനകത്ത് നിന്നൊരു മലയാളം എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ലിറിക്സ് ക്രിയേറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് ഏത് പാട്ടാണോ വേണ്ടത് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ഒരു സോങ് ആയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു സോങ് ആഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഏതാണ് സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പോർട്ട് ചെയ്തെടുക്കുക. ഒരു വീഡിയോയിൽ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്ന കാണിച്ചു തരാം. അതായത് നമ്മളൊരു ഇഷ്ടപ്പെട്ട സോങ് ഇത് സെലക്ട് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോക്കകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എക്സ്ട്രാക്റ്റ് എന്നുള്ള താഴെ കാണാൻ സാധിക്കുന്നില്ലേ, ആ എക്സ്ട്രാക്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇനി പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ വോയിസ് ഓഫ് ആക്കിയിടും, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു ചിലതെല്ലാം നാം ഒഴിവാക്കുകയാണ് മലപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടിട്ടൊരു മോഹൻലാലിൻ്റെ ഒരു ഡയലോഗാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴെ ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ആട്ടോ ലിറിക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുക. വോയിസ് ഓവർ അത് ജനറേറ്റ് ചെയ്യുക. അതപ്പോൾ ഇവിടെ ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കറക്റ്റായിട്ടുള്ളതിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇപ്പോൾ നമ്മളൊരു ലൈന് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുവരണം ആ സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത് കയറ്റിയാൽ മതിയല്ലോ. അപ്പോൾ കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇതിനകത്ത് ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണെന്നുള്ളത് കുറച്ച് തെറ്റുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചിലതെല്ലാം ആ അടയാളമൊക്കെ വേറൊരു സിമ്പിളുമായിട്ടൊക്കെ കണക്ട് ചെയ്താണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ അവിടെ ആ പാനയുടെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മൈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഒരു മലയാളം ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. മലയാളം ഫോണ്ട് എങ്ങനെയാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഓപ്പറ മിനി എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിനുശേഷം ഇതിനകത്ത് മലയാളം FML ഫോണ്ട് ഇതിലൊക്കെ ഫോണ്ട് ഡൗൺലോഡ് എടുക്കുക. മലയാളം FML ഫോണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഇതിനകത്തൊരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് ഇതുകൾ. അതായത്
നമ്മുടെ ഫോണ്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരെണ്ണം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അവിടെ താഴെ വന്നിട്ട് ഈ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഡൗൺലോഡ് ആവും. വേറെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. 08 അതിനുശേഷം ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഞാൻ ഒരു ഫോണ്ട് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിനകത്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോണ്ടുകൾ കൊണ്ടുവരാമെന്നും കൂടെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അതവിടെ ഡൗൺലോഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ആക്കി അതിപ്പോൾ നമ്മുടെ ഡൗൺലോഡിനകത്ത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നേരെ ക്യാപ്കട്ടിനകത്തോട്ട് വന്നു. ക്യാപ്കട്ടിനകത്തോട്ട് വന്നത് നമ്മൾ നേരത്തെ അവസാനം മൈ ഫോണ്ട് എന്നുള്ളതിനകത്ത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും ഇതാ ഇവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൈ ഫോണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോണ്ട് ഫസ്റ്റ് തന്നെ വന്ന് കിടക്കും ഈ ഡൗൺലോഡ്സിനകത്ത്. ആ ഡൗൺലോഡ്സിനകത്ത് കയറിയിട്ട് ഇതാ ഇപ്പം ഞാൻ ഇവിടെ കൊണ്ടുവന്ന ആ ഡൗൺലോഡ് ഫോണ്ട് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് ഇവിടെ അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പം ജസ്റ്റ് മറ്റേ ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് തരാം. കേരളീയം എന്നുള്ളത് ഫോണ്ട് ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇതാണ്ട് നല്ല ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫോണ്ടുകൾ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഞാൻ ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യണേ. ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ അല്ലാതെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് കുറേ സിമ്പിളുകൾ കയറി വരും. ഇപ്പം ചിലതെല്ലാം മംഗ്ലീഷ് കീബോർഡ് ഇട്ട് ചെയ്യുകയാണ്. നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ചെയ്യുക. ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതാ ഇവിടെ കറക്റ്റ് ഉണ്ട്. നമുക്കിവിടെ കറക്റ്റ് ഈ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഞാനെന്നുള്ള ഇവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്തെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ താഴെ വരും. അപ്പം നമുക്കിവിടെ കറക്റ്റായിട്ട് ആ സാധനം കിട്ടുന്നുണ്ട്. പക്ഷെ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിന് പല പ്രശ്നങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വരും. അപ്പോൾ ഇതൊന്നായി. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തതിൽ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. എന്നിട്ട് ഇതാ ഇവിടെ ചിലതല്ല എന്നുള്ളത് നമുക്കൊരു ആനിമേഷൻ എഫക്റ്റും കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ആനിമേഷൻ എന്നുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനകത്തുനിന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഷെയ്ഡായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാഡോ കൊടുക്കണം. ഇപ്പോൾ ഈ സ്റ്റൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഷാഡോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ബ്ലാക്ക് എന്നുള്ളത് കൊടുക്കും. ബ്ലാക്ക് ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതിനകത്ത് വോയിസ് ഞാൻ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുന്നതുകൊണ്ടേ. അപ്പോൾ അതായത് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തത് അവിടെ ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനോട് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്തെടുക്കുക. ചിലതെല്ലാം ഞാൻ ഒഴിവാക്കുകയാണ്. എനിക്കറിയാം അതത്ര എളുപ്പമല്ല. ഇപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഇതിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചത് നമ്മളിപ്പോൾ ഒന്ന് പ്ലേ ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആനിമേഷൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ കൊടുക്കേണ്ടി വരും. ഇതാ കറക്റ്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഷാഡോയും അതുപോലെ തന്നെ, അതായത് നമ്മൾ ഫസ്റ്റ് ഏത് ഷാഡോയും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്ന അത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തേൽ വന്നിട്ട് ആ ഷാഡോയും കാര്യങ്ങളും എല്ലാം മാറ്റി കൊടുത്താൽ രണ്ടാമത്തേൽ അത് മാറും. ഇപ്പം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. ഓക്കെ, അതെല്ലാം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോണ്ടുകൾ ഇതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിനകത്ത് നമ്മുടെ മൈ ഫോണ്ട് എന്നുള്ളതിനകത്ത് കൊണ്ടുവന്ന് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.